ഇന്ന് ഞാൻ ക്ലാസ്സിൽ കയറുന്നത് ഹോംവർക്ക് ചെയ്യാത്തതുകൊണ്ട് ഹോംവർക്ക് ചെയ്തിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി പറഞ്ഞു ടീച്ചർ. ഇവന് ഭയങ്കര അപൂർവമായിട്ട് എല്ലാവരും കാണാൻ കിട്ടുള്ളൂ, കാരണം ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ്സിൽ വരുള്ളൂ. ഹോംവർക്ക് എഴുതാണ്ടിരിക്കുക എന്താ കടകളുണ്ടോ എല്ലാം അവന്റെ കയ്യിൽ. സംഭവം ഞങ്ങൾ മാത്രമല്ല, ക്ലാസ്സിന് ഏകദേശം 3/4 പേരും ഹോംവർക്ക് ചെയ്തിട്ട്. ഇത്ര പേര് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഹോംവർക്ക് പിന്നെ ചെയ്താൽ മതി പറഞ്ഞിട്ട് എല്ലാവരും ക്ലാസ്സിൽ കയറ്റി. ശേഷം വൈകുന്നേരം ഞങ്ങൾ ക്ലാസ്സിൽ നേരത്തെ ഇറങ്ങി. വേറൊന്നുമില്ല, കൊല്ലംകോട് റെയിൽവേ ട്രാക്ക് പണി നടക്കുകയാണ്, അപ്പൊ ചുറ്റി വേണം വീട്ടിൽ പോകാൻ. ശേഷം കൂട്ടുകാർ അവനെ ബസ് സ്റ്റോപ്പിൽ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു, പിന്നെ അവനെയും കൂട്ടിട്ട് പോകണ കാഴ്ചയാണ് ഈ കാണുന്നത്. സംഭവം ഞാൻ മാത്രം നേരത്തെ ഇറങ്ങിയിട്ടുള്ള വേണ്ടി നോക്കിയാൽ എന്നെക്കാളും മുമ്പ് ഇവന്മാരെ നേരത്തെ ഇറങ്ങി. ഇന്ന് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ റോഡ് ഭയങ്കര വിശാലമായിരുന്നു. ഞാൻ എപ്പോഴൊക്കെ നേരത്തെ ഇറങ്ങിയാൽ റോഡ് ഇതുപോലെ എപ്പോഴും വിശാലമായിരിക്കും. ഞങ്ങൾക്ക് ശരിക്കും ഈ റോഡിന് സ്ട്രൈറ്റ് വേണം പോകണമെങ്കിൽ, പക്ഷേ റെയിൽവേ ട്രാക്ക് പണി നടക്കുന്നതുകൊണ്ട് ലെഫ്റ്റ് കട്ട് ചെയ്ത് ചുറ്റി വേണം പോകണം. ഈ കട്ട് റോഡ് വഴി പോകുമ്പോൾ ശരിക്കും നമുക്ക് പാലക്കാടിന്റെ ഭംഗി എന്താണെന്ന് ആസ്വദിക്കാൻ പറ്റും. ട്രാക്ടർ വെച്ച് പാടം കൊയ്യുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതാണ് കൊല്ലംകോട് റെയിൽവേ സ്റ്റേഷൻ. ഇത് എവിടെയാണ് റെയിൽവേ ട്രാക്ക് പണി നടക്കുന്നത്. ബസ്സിൽ വരുന്നവർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ട്, കാരണം ട്രാക്കിന്റെ അപ്പുറത്തൊന്ന് ഇറങ്ങിയിട്ട് അവിടെ നിങ്ങോട്ട് നടന്ന് പിന്നെ ഇപ്പുറത്തൊന്ന് വേറെ ബസ്സിൽ കയറിയിട്ട് വേണം അവർക്ക് പോകണം. ശേഷം ഏട്ടന്റെ വണ്ടിക്ക് ചെറിയ അല്ലറ ചില്ലറ പണികളുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വിട്ടു. പിന്നെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി തിരിച്ച് ഓടാൻ പോണ കാഴ്ചയാണ് ഈ കാണുന്നത്. ഗ്രൗണ്ടിൽ വലുതായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം മുമ്പ് നല്ല മഴയായിരുന്നു, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. വർക്കൗട്ടിന് മുമ്പ് ഇതുപോലെ കുറച്ച് വെള്ളം കുടിക്കുന്നത് പതിവാണ്. ഇന്ന് നല്ല ഹെവി വർക്കൗട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് ക്ഷീണിച്ചു. വർക്കൗട്ട് കഴിഞ്ഞ് വീട്ടിൽ പോലും പോകാണ്ട് നേരെ മന്തി അടിക്കാൻ ആദ്യം പോയി. സംഭവം വന്നിട്ട് അഖില ശേഷി നാഷണൽ ഹൈ ജമ്പിൽ 3rd അടിച്ചു. അപ്പൊ അതിന്റെ ചെലവാണ് ഇന്നത്തെ മന്തി. കുറെ നേരം വെയിറ്റ് ചെയ്ത് അവസാനം മന്തി എത്തി. അതുപോലെ ചെസ്റ്റ് പീസ് എന്റെ കയ്യിൽ നിന്ന് മിസ്സായി. പക്ഷെ അതിന് സങ്കടമൊന്നും എനിക്കില്ലാട്ടാ. ശേഷം മന്തിയും കഴിച്ച് നേരെ വീട്ടിൽ വിട്ടു. എന്റെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയത്. നിങ്ങളുടെ ഇന്നത്തെ ദിവസം അങ്ങനെ ഉണ്ടെന്ന് താഴെ കമന്റ് ചെയ്യും.